ഹായ് ഹലോ എല്ലാവർക്കും അഗീസ് സ്റ്റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നൊരു മിനി വ്ലോഗാണേ. ഓണമൊക്കെ ഇങ്ങ് എത്തിയില്ലേ, അപ്പോൾ പിന്നെ ഓണക്കോടിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്രാവശ്യത്തെ ഓണം കുറച്ച് സ്പെഷ്യലും കൂടിയാണ്, കാരണം നമ്മുടെ ഫെം പവറിൻ്റെ ഓണാഘോഷ പരിപാടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോണേ. ഞാനൊക്കെ പഠിക്കുന്ന കാലത്തിലെ പഠിപ്പിക്കുന്ന കാലത്തൊക്കെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിപ്പം കല്യാണം കഴിഞ്ഞ് 5-6 വർഷമായില്ലേ, അതിനുശേഷം ഞാൻ ഒന്നിനും അങ്ങനെ പങ്കെടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിത് കുറച്ച് സ്പെഷ്യലാണേ. എല്ലാവരും അന്ന് സെറ്റുമുണ്ട്, സെറ്റ് സാരി, ധാവണി അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ അവിടുത്തെ വരിക. കുറേ പരിപാടിയും ഡാൻസും അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ, നല്ല രസമായിരിക്കും. അപ്പം ഞങ്ങളും സെറ്റുമുണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വൈബ എന്ന് പറയുന്ന ഒരു പേജിൽ നിന്ന് പുളിയിലക്കരേൻ്റെ കസവിൻ്റെ ഒരു സെറ്റുമുണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കിട്ടിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാവേ. കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു, അതേപോലത്തെ ബ്ലൗസ് പീസൊക്കെ കസവിൻ്റെ തന്നെ വരുമ്പം. അപ്പം ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ട് കാണിച്ചു തരാവേ. അമ്മയ്ക്ക് പിന്നെ അവിടെ നിന്ന് സാരിയും ബ്ലൗസും ഒക്കെ എടുത്തിട്ട് പോന്നു കേട്ടോ. ആ കണ്ടതാണേ സാരി. അല്ലുക്കുട്ടന് ഇൻഡിപെൻഡൻസ് ഡേക്ക് വൈറ്റ് ആൻഡ് വൈറ്റ് വേണം മാസ് ഡ്രില്ലെന്ന് പറഞ്ഞിട്ട് അവൻ അതും മേടിച്ചിട്ട് ഞങ്ങളന്ന് വീട്ടിൽ പോന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ജിമ്മിൽ പോയി, ഞങ്ങൾക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നേരെ ഷോപ്പിലേക്ക് വന്നു കേട്ടോ. പിന്നെ നമുക്കിനി ബാക്കി ഓണക്കോടിയുടെ ഷോപ്പിംഗ് ആണ് കേട്ടോ ഇനിയുള്ളത്. അപ്പോൾ ഞാനും അമ്മയും ഇങ്ങനെ അനാർക്കലി പോലത്തെ ഒരു ചുരിദാർ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ലേഡീസ് പ്ലാനറ്റിൽ വന്നാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ, പിന്നെ വേറെ എവിടെയും കയറേണ്ടി വരാറില്ല. പക്ഷേ ഇപ്രാവശ്യം അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. ഇപ്രാവശ്യം കുറേ തിരഞ്ഞിട്ടാണ് കിട്ടിയേ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ലോറയിൽ പോയി, അവിടെ നിന്നും കിട്ടിയില്ല കേട്ടോ. കുറേ തിരഞ്ഞു, ഒത്തിരി സ്പെസിഫിക്കേഷൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടായില്ല. പക്ഷെ നമുക്കൊരു സിമ്പിളായിട്ട് ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. എല്ലാം ഭയങ്കര സീക്വൻസൊക്കെ വെച്ച് മിററൊക്കെ വെച്ച് അങ്ങനെ ഭയങ്കര ആഡംബരത്തോടുള്ളതായിരുന്നു കേട്ടോ. നമുക്കതൊന്നും അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് സിമ്പിൾ നോക്കി നടന്ന് ലാസ്റ്റ് ഞങ്ങൾക്ക് വാമിന്ന് കിട്ടി കേട്ടോ. വാമിയിൽ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നേ. ഞങ്ങൾ കുറേ വർഷം മുമ്പ് ഇവിടെ നിന്ന് എടുക്കാറുണ്ടായിരുന്നു സ്ഥിരം. പിന്നെ ലേഡീസ് പ്ലാനറ്റ് വന്നേ പിന്നെ ഇങ്ങോട്ട് അങ്ങനെ വരാറില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വാമിന്നാണേ ഓണക്കോടി കിട്ടിയത്. അത് കഴിഞ്ഞ് അല്ലുക്കുട്ടനെ ഷോപ്പിൽ പിക്ക് ചെയ്തു. ഇനി അവനെ എടുക്കണം. അവന് പിന്നെ നമ്മളെ കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇത് അമ്മയുടെ വകയും എൻ്റെ വകയും ഏട്ടൻ്റെ വകയൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ചുവിനെടുക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമനിലാണ് പോയത്. അവനും അവിടെ പോയി പാൻറ്റും ടീഷർട്ടും ഒക്കെ എടുത്തു. അവൻ നാളെ രാജസ്ഥാനിലേക്ക് ട്രിപ്പ് പോവാണ് കേട്ടോ നമ്മുടെ ഏജൻസിയിൽ നിന്ന്. അപ്പോൾ പിന്നെ അതിനൊക്കെ കൂടെ പറ്റിയ ഫുൾ സ്ലീവൊക്കെ ആയിട്ട് ടീഷർട്ടൊക്കെയാണ് കേട്ടോ കൂടുതലും എടുത്തത്. അങ്ങനെ അതുമൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് ഞങ്ങളുടെ ഓണം പർച്ചേസ് ഇതാ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കിനി പിന്നെ വാങ്ങാമല്ലോ. മെയിനായിട്ടുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ബ്ലൗസ് കൊണ്ടുപോയി അടിക്കാൻ കൊടുക്കണം. പുതിയൊരു ഷോപ്പാണ് കേട്ടോ, വിവിധ എന്ന് പറഞ്ഞിട്ട്. നല്ല റിവ്യൂ ഒക്കെ കണ്ട് പോണതാണ്. അപ്പോൾ അടിച്ചിട്ട് അതും എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ട് ലൈക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ടാറ്റ ബൈ, സീ യു.